Hi friends, Mr. Anda പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണുദാസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വെച്ചിരുന്ന ബോക്സ് ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് മനസ്സിലായി കാണും. ഓൾറെഡി തമ്മിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഫിലിപ്സിന്റെ സ്പീക്കർ സിസ്റ്റം ആണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് തുറന്നിട്ട് ഫിലിപ്സിന്റെ സൗണ്ട് ബാറിന്റെ ബോക്സ് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് അത് അൺബോക്സ് ചെയ്തിട്ട് ആ പ്രോഡക്റ്റ് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു കത്തി കാണാനില്ല എന്ന്. കത്തി ഇപ്പോൾ തിരിച്ചു കിട്ടി. അത് മാസ്റ്റർ ഉള്ളിൽ എടുപ്പുണ്ടായിരുന്നു. കുറച്ച് വലിയ പെട്ടിയാണ്. അപ്പോൾ നല്ല വലിയ സൗണ്ട് ബാർ തന്നെയാണ്. സൗണ്ട് ബാറല്ല, സ്പീക്കർ സിസ്റ്റമാണ്. സൗണ്ട് ബാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സ്പീക്കർ സിസ്റ്റം. അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നോക്കി നോക്കാം. അപ്പോൾ പെട്ടിക്കാണ് ഇത്ര വലിപ്പം, സ്പീക്കറിന് ഇത്രയും വലിപ്പമില്ല. ഇതാണ് ഐറ്റം. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ബിഗ് ബില്യൺ സമയത്ത് 5400 രൂപയ്ക്ക് കാർഡ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എനിക്ക് കിട്ടി. ഇത് എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തല്ല, എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഈ അഡ്രസ്സിലേക്ക് ഷിപ്പ് ചെയ്തിട്ട് ഞാനിത് അൺബോക്സ് ചെയ്തിട്ട് അവന് അയച്ചു കൊടുക്കുന്നതാണ്. ബോക്സ് ഓപ്പൺ ചെയ്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയാൽ എങ്ങനെയുണ്ട്, ഇതിൻ്റെ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ്. സാധാരണ സൗണ്ട് ബാറിൽ നിന്നും ചില കാര്യങ്ങൾ വ്യത്യാസമായിട്ടാണ് ഞാൻ ഈ സൗണ്ട് ബാർ ഇതെടുത്തേക്കുന്നത്. കാരണം അവന് ആ ഫീച്ചേഴ്സൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ള സ്പീക്കർ സിസ്റ്റം എടുത്തത്. ഇത് കുറച്ച് പഴയ മോഡലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഡിഫറൻസസ് നോക്കി നോക്കാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു മോഡലിന് പ്രത്യേക പേരൊന്നുമില്ല, ഒരു മോഡൽ നമ്പർ മാത്രമല്ല. MMS 8085B എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. ഇത് 2.1 സ്പീക്കർ സിസ്റ്റം ആണ്. അപ്പോൾ ഈ ഫ്രണ്ടിലെ പടം കാണുന്ന പോലെ തന്നെ 2 രീതി വയ്ക്കാൻ പറ്റും. കൺവേർട്ടബിൾ സൗണ്ട് ബാറാണ്. അതായത് സ്ട്രൈറ്റ് ആയിട്ടുള്ള സൗണ്ട് ബാർ പോലെ വയ്ക്കാൻ പറ്റും, അല്ലാതെ ടവർ സ്പീക്കർ പോലെ ബേസ് വെച്ചിട്ട് വയ്ക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഐറ്റംസൊക്കെ ഇതിലുണ്ട്. ഇതിൽ കണക്ടിവിറ്റി മോഡ്സ് ഉള്ളത് USB ഉപയോഗിക്കാം, പിന്നെ FM റേഡിയോ ഉണ്ട് ഇൻബിൽഡായിട്ട്, SD കാർഡും യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ ഓഡിയോ ഇന്നാണ് ഇതിൽ ഇൻപുട്ട്, പിന്നെ ബ്ലൂടൂത്തും. അപ്പോൾ ഇപ്പോഴത്തെ സൗണ്ട് ബാറിൽ എല്ലാത്തിലും എന്താ പറയുക, HDMI ആർക്ക് വരുന്നുണ്ട്, അതായത് ഒപ്റ്റിക്കൽ വരുന്നുണ്ട്, പിന്നെ കോആക്ഷ്യൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അല്ലാതെ ഇത് പഴയ മോഡലാണ്. ഈ അനലോഗ് ഔട്ട്പുട്ടാണ് ഇതിലുള്ളത്. ആ ഒരു മോഡലിലുള്ള സൗണ്ട് ബാർ വേണമെന്ന് അവൻ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു മോഡൽ എടുത്തത് തന്നെ. നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ കണ്ടന്റ് എങ്ങനെയുണ്ട്, ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. ഇതതിൻ്റെ കേബിൾ കണക്റ്റേഴ്സും റിമോട്ട് കൺട്രോളുമാണ്. ഇതൊരു സ്പീക്കർ സിസ്റ്റം, ബേസ് ഇല്ല, സ്റ്റെയിൻ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇത് രണ്ടാമത്തെ സ്പീക്കർ, കൺട്രോൾ യൂണിറ്റ്. ഇതതിൻ്റെ സ്റ്റാൻഡാണ്. സ്റ്റാൻഡ് ഇപ്പോൾ ഒരെണ്ണം കൂടി ഉണ്ടാവും ഇതിൻ്റെ അടിയിൽ. ഇതതിൻ്റെ സ്റ്റാൻഡാണ്. മാറ്റിക്കാം. നമുക്ക് ഈ പെട്ടിയൊക്കെ ഒന്ന് മാറ്റിക്കാം. ഇതിൻ്റെ ഇത് ഊരുന്നത് ഇവിടെ ഒരു ക്ലിപ്പുണ്ട്, അത് ജസ്റ്റ് താഴത്തേക്ക് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ദൂരം. അപ്പോൾ ഇത് രണ്ടുമാണ് അതിൻ്റെ അടിയിൽ വെച്ച്, ഈ സ്പീക്കറിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡ് പോലെ യൂസ് ചെയ്യാം. ഇതാണ് സാധനം. ഇതാണ് സ്പീക്കർ. ഇതിൻ്റെ അടിയിലാണ് അത് കണക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ. ഇതതിൻ്റെ ഇൻപുട്ട്, അതായത് ഇതിലേക്കുള്ള ഇൻപുട്ടിൻ്റെ ഇത് കണക്ട് ചെയ്ത് ഇതിൽ കണക്ട് ചെയ്യാനുള്ളത്. ഇതുപോലെ മറ്റൊന്നും ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇത് 2 സ്പീക്കറും സ്റ്റാൻഡുമ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് സബ് വൂഫർ. ഇത് നോക്കുകയാണെങ്കിൽ ഫിലിപ്സിൻ്റെ ലോഗോ ഫ്രണ്ടിലുണ്ട്. പ്ലാസ്റ്റിക്കാന്ന് തോന്നുന്നു. കണ്ടൻസിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. ഇത് റേഡിയോയുടെ ഇൻപുട്ടിൻ്റെയാണ്, റേഡിയോ വയറാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഡിജിറ്റൽ അല്ല, അനലോഗ് റിസീവറാണ്. അപ്പോൾ അത് സിംഗിൾ പിന്ന് ടു ഡബിൾ പിൻ സ്പ്ലിറ്റ് ആക്കുന്നത്. പിന്നെ ലെഫ്റ്റ് റൈറ്റ് സ്പ്ലിറ്റ് പിന്നാണ്. പിന്നെ റിമോട്ട്, യൂസർ മാനുവൽ. ബാറ്ററി ഉണ്ടോ നോക്കട്ടെ റിമോട്ടിൻ്റെ കൂടെ, അതോ ബാറ്ററി നമ്മൾ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടോ. ബാറ്ററി ഇല്ല, AAA സൈസ് ബാറ്ററിയാണ് 2 യൂസ് ചെയ്യേണ്ടത്. ബാറ്ററി നമ്മൾ വേറെ എക്സ്ട്രാ വാങ്ങണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഏതൊക്കെയാണ് ഇൻപുട്ട്സ് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് പവർ സോക്കറ്റിൻ്റെയാണ്. ഇത് ഞാൻ ഓൾറെഡി പ്ലഗിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഓൺ ഓഫ് ബട്ടൺ. ഇപ്പോൾ ഓഫാക്കി കഴിഞ്ഞാൽ പവർ ഉണ്ടെങ്കിലും ഇത് ഓഫായിട്ട് എനിക്ക് ഇത് ഓണാക്കാൻ. പിന്നെ ഔട്ട്പുട്ടിൻ്റെയാണ് ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, അതായത് ലെഫ്റ്റ് റൈറ്റ് സ്പീക്കേഴ്സിനുള്ളത്. ഇതിൽ കൊടുത്തേക്കുന്നത് അനലോഗ് ഇൻപുട്ടാണ്. അപ്പോൾ ഇത് കുത്താനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്പീക്കറിൻ്റെയാണ്. പിന്നെ ഇതാണ് ഇൻപുട്ടിനുള്ളത്, ലെഫ്റ്റ് ആൻഡ് റൈറ്റും. അതായത് നിങ്ങളുടെ പഴയ DVD പ്ലെയർ, പഴയ TVസിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഔട്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ മൊബൈൽ കണക്ട് ചെയ്യാനുള്ളത് ഇൻപുട്ട്, സിംഗിൾ ഇൻപുട്ട് 3.5mm ജാക്കും. ഇത് 2 ഇതിൽ കണക്ട് ചെയ്യാം. പിന്നെ ഉള്ളത് ആൻറ്റിന, അതായത് FM റേഡിയോയുടെയാണിത്. പിന്നെ സബ് വൂഫർ, എയർ ഇൻടേക്കിൻ്റെത്. പിന്നെ ഉള്ളത് 2 പോർട്ടും കൂടിയാണ്, അതായത് മെമ്മറി കാർഡ് റീഡറിൻ്റെയും പിന്നെ USB പെൻഡ്രൈവ് കുത്താനുള്ളത്. ഏറ്റവും മുകളിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഇത് പ്ലസ്, വോളിയം പ്ലസും മൈനസാണ്. ഇത് ഇങ്ങോട്ട് തിരിച്ച പ്ലസ്, ഇങ്ങോട്ട് തിരിച്ച മൈനസ്. പിന്നെ ഓൺ ഓഫ് ബട്ടന്, പിന്നെ സോഴ്സ് മാറ്റാനുള്ളത്, പിന്നെ ട്യൂണിന് പ്ലസും മൈനസും, അതായത് നെക്സ്റ്റും ഫോർവേഡും കൂടിയാണിത്. റിമോട്ടിൻ്റെ ഇൻപുട്ടും. പിന്നെ ഓൺ ആക്കി കഴിഞ്ഞാൽ ഏത് മോഡാണ് കണക്റ്റഡ് എന്നുള്ളത് കാണിക്കും. ഇപ്പോൾ ബ്ലൂടൂത്ത് ആണെങ്കിൽ ബ്ലൂടൂത്ത്, പിന്നെ ഓരോ മോഡ്സ് ഉള്ള അനുസരിച്ച് മെമ്മറി കാർഡ്, ഇതൊക്കെ. ഇപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ ഫോണായിട്ട് പെയർ ചെയ്തുകൊണ്ടാണ് ബ്ലൂടൂത്ത് കണക്റ്റഡ് ആയത്. പിന്നെ ഇതാണ് റിമോട്ട്.
റിമോട്ടിൽ നമുക്ക് ഇൻപുട്ട് ഉണ്ട്, ബാസ് പ്ലസ് മൈനസ് ചെയ്യാണ്ട്, വോളിയം ഉണ്ട്, നെക്സ്റ്റ് ഫോർവേഡ് പോസ് ഇതൊക്കെ. അപ്പോൾ ഇത് പെൻ ഡ്രൈവ് കുത്തിയിട്ടോ അത് മെമ്മറി കാർഡിൽ നിന്ന് പ്ലേ ചെയ്യുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ് ഈ ബട്ടൺസൊക്കെ. ഈ സ്പീക്കർ ഞാൻ പറഞ്ഞല്ലോ കൺവേർട്ടബിൾ ആണ് ഇവരുടേത്. ഇതൊരു സ്റ്റാൻഡുമേയാണ് ഫിക്സ് ചെയ്തേക്കുന്നത്. ഇത് ഊരാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ അത്രയേ ഉള്ളൂ. ഇതൊരു ബേസാണ്. നമുക്ക് ഈ സ്പീക്കറും ജോയിൻ ചെയ്ത് ഇതൊരു സൗണ്ട് ബാർ ആക്കാം. ഇതും ജസ്റ്റ് ടേൺ ചെയ്ത് ദൂരി കഴിഞ്ഞാൽ ഇത് രണ്ടും ഇതായി. ഇനി ഇത് സൗണ്ട് ബാറായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ 2 പോർട്ടുകളും നമ്മൾ ജോയിൻ ചെയ്ത് സൗണ്ട് ബാറായി. ഇപ്പോൾ ഇതങ്ങനെ ടി വിയുടെ ബാക്കിൽ മൗണ്ട് ചെയ്യാൻ പറ്റും. ടി വിയുടെ അടിയിലോ എവിടെ വെച്ചാൽ വാൾ മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ ആപ്പാടുള്ളത് ഒരേ ഒരു സ്പീക്കറാണ് ഈ അറ്റത്ത്, പിന്നെ ഇതിൻ്റെ ഈ അറ്റത്തും ട്യൂട്ടർ സ്പീക്കർ ഇല്ല എന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും പാട്ടൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവും ഉണ്ടോ ഇല്ല എന്നൊക്കെ. അപ്പോൾ സ്പീക്കർ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ പാട്ട് എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്പീക്കർ വെച്ചിട്ട് ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് അതായത് ഇതിൻ്റെ ഔട്ട്പുട്ടും ഈ സ്പീക്കറിൻ്റെ ഇൻപുട്ടും തമ്മിൽ കണക്ട് ചെയ്യട്ടെ. ഞാൻ ഈ സ്പീക്കറിൻ്റെ ഫോണിൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ട് നോക്കാം. ഞാൻ സിനിമ പാട്ടുകളോ അതോ സിനിമയിലെ സീൻസോ ഒന്നും വയ്ക്കുന്നില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിലെ തന്നെ ഫ്രീ മ്യൂസിക് ഉണ്ട്, അതിൽ നല്ല അടിപൊളി ബാസുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരു ആംബിയൻറ്റ് ലൈറ്റ് മ്യൂസിക്, അതായത് ബാസിനധികം പ്രിഫറൻസ് ഇല്ലാത്ത മ്യൂസിക്കും കേട്ടോക്കാം. അപ്പോൾ രണ്ടിൻ്റെയും ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഞാൻ സ്പീക്കറിൽ സൗണ്ട് ഫുള്ളാക്കുകയാണ്. മൊബൈലിൽ ഇപ്പോഴും ഹാഫ് 3 ഒരു 60% ആയിട്ടുള്ളൂ. ഇനിയും ബാക്കിയുണ്ട്. ഞാൻ ബാസ് റിമോട്ടിൽ ഫുള്ളാക്കാം. ഞാൻ മൊബൈലിൽ ഫുള്ളാക്കാൻ പോവാന്ന്. ഭയങ്കര ഹെവി ബാസാണ് പറയണമെങ്കിൽ. ഇത് ഇൻടേക്കാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സബ് വരുന്ന അടിയിലാണ്. ഡൗൺ ഫയറിംഗ് സബ്ബാണ്. ഇപ്പോൾ ഒരു ആശ്വാസമായത്. ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ബാസാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഡൗൺ ഫയറിംഗ് സബ് ഊഫറാണ്. അത് കാരണം ഞാനിപ്പോൾ അടുത്ത് കാണിച്ചത് അടിയിലാണിത്. ഇത് ഇൻടേക്കാണ് എയറിൻ്റെ. അപ്പോൾ ഇതൊരിക്കലും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. ഞാൻ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പേപ്പർ ഇവിടെ വെച്ചത്. അത് ഇൻടേക്കാണ്. പിന്നെ സബ് ഊഫറാണ്, ഡൗൺ ഫയറിംഗ് ആണ്. അപ്പോൾ ഇത് നിലത്ത് വെക്കണതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാനിപ്പോൾ ചില്ലാണ് ഇത് ടേബിള്. അപ്പോൾ അത് കാരണം ഭയങ്കര ഒരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു ഈ ചില്ല് മൊത്തം. ഇനി നമുക്കൊരു ഈ സാധാരണ ലൈറ്റായിട്ടുള്ള മ്യൂസിക് കേട്ടോക്കാം. ഫുൾ മ്യൂസിക്കാണ്. ഞാൻ അതിൽ സബ് ഫുള്ള് ഓഫ് ചെയ്ത് കളയാൻ പോകണം. സബ് 0 ആക്കിയേ. വേറെ പാട്ട് നോക്കാം. ഇത് പോരാ. ഇപ്പോൾ ഇത്ര നേരം നിങ്ങൾ കേട്ടത് എന്താ പറയുക, സ്പീക്കറിൻ്റെ മാത്രം സൗണ്ടാണ്. അത് സബ് ഫുള്ളോ ഞാൻ 0 ആക്കി വെച്ചിട്ട് റിമോട്ട് ഉപയോഗിച്ച് 0 ആക്കി, എന്നിട്ട് സ്പീക്കറിൽ നിന്ന് മാത്രമുള്ള സൗണ്ടാണ്. നല്ല ക്ലിയർ ആയിട്ടുള്ള വോയിസ് തന്നെ കേൾക്കുന്നത്, നല്ല ലൗഡ് വോയിസ് ആണ്. പക്ഷേ ആ ട്യൂട്ടറിൻ്റെ ഒരു ചെറിയ ഫീൽ ഉണ്ടല്ലോ, അതൊരു മിസ്സിംഗ് ആണ്. പക്ഷേ ഭയങ്കര ലൗഡായിട്ടുള്ളൊരു സൗണ്ട് ഉണ്ട് ഇതിന്, നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ഓവറോൾ നല്ല പവർഫുൾ സൗണ്ടും നല്ല ക്ലിയർ ബാസും ഒക്കെ ഉള്ള കിട്ടിലൻ സ്പീക്കർ തന്നെയാണത്. ഇത് ഞാൻ വാങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇപ്പോൾ 7,000 റുപ്യാണ് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും വില. 5,400 ബിഗ് ബില്യൺ ഡേക്ക് കാർഡ് ഡിസ്കൗണ്ട് അടക്കമാണ് ഞാൻ വാങ്ങിയത്. ഇത് ഈ ഒരു മോഡൽ വാങ്ങാൻ താല്പര്യമുള്ള കടയിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയിലോ ആരെങ്കിലും സൗണ്ട് ബാറോ സ്പീക്കർ സിസ്റ്റോ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്നതിൻ്റെ ബ്ലോക്ക്, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പോലത്തെ പുതിയ അൺബോക്സിംഗ് വീഡിയോ, ടെക് ടിപ്സ്, അതല്ലാണ്ട് റിവാർഡിംഗ് ആപ്പിനെ കുറിച്ചുള്ള വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി വരികയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.